ഇപ്പോൾ ശ്രീ ജയചന്ദ്രൻ അഹമ്മദാബാദിൽ നിന്ന് ഉണ്ട്. ശ്രീ ജയചന്ദ്രൻ, കാര്യങ്ങൾ വളരെ വളരെ ഗുരുതരമാണ്. അവിടുത്തെ BJ മെഡിക്കൽ കോളേജിന്റെ മെസ്സിന് മുകളിലേക്കാണ് ഈ വിമാനം തകർന്നു വീണിട്ടുള്ളത്. വിമാനത്തിലുള്ള ആളുകൾക്കല്ലാതെ പുറത്തുള്ളവർക്കും, അതായത് ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾക്കും പരിക്കേറ്റതായാണ് ഇപ്പോൾ വിവരങ്ങൾ വരുന്നത്. എന്താണ് അവിടെ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയത്? കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ഇത് ഈ ഹോസ്റ്റൽ കോംപ്ലക്സിലും അതുപോലെ മെസ് കോംപ്ലക്സിലും ഇതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പല വിദ്യാർത്ഥികളും ആ സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു, ചിലരെല്ലാം വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പിന്നെ ഈ ഡ്യൂട്ടി ഷിഫ്റ്റ് ഉള്ളത് കൊണ്ട് ആ സമയത്ത് പലർക്കും തങ്ങളുടെ ദീർഘ സമയത്ത് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് വിശ്രമിക്കുകയും അല്ലാത്തവർ വിശ്രമം കഴിഞ്ഞ് ഷിഫ്റ്റിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഒരു ട്രാൻസിഷൻ സമയം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നോർമൽ പീപ്പിളിന്റെ ഭാഗത്ത് നിന്ന് വിമാനത്തിൽ സഞ്ചരിച്ചവർ അല്ലാതെ തന്നെ നിരവധി പേർക്ക് അവിടെ കാഷ്വാലിറ്റിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ മേഘാണി നഗർ എന്ന് പറയുന്നത് വളരെ തിക്കിലി പോപ്പുലേറ്റഡ് ആണ്. അവിടെ ഒരു ചെറിയ കല്ല് പോലും താഴത്ത് വീണ് കഴിഞ്ഞാൽ അത്രയധികം കാഷ്വാലിറ്റീസ്, അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്ന ഏരിയയാണ്. ഹോസ്പിറ്റലുണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട്, വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആസ്പെക്റ്റിൽ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ മെഡിക്കൽ എഡ്യൂക്കേഷന് വേണ്ടി ആസ്പയർ ആയിട്ട് വരുന്ന കുട്ടികൾക്കുള്ള കോഴ്സുകൾ നടത്തുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ ഒരുപാട് ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്റ്റേഷനറി അടക്കമുള്ള, മെഡിക്കൽ ഷോപ്പ് അടക്കമുള്ള, ഹോട്ടലുകൾ അടക്കമുള്ള ഒരുപാട് ഒരു ശൃംഖല പോലെ പ്രവർത്തിക്കുന്ന വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഒരു വിമാനത്തിൽ സഞ്ചരിച്ചവരെക്കാളും കൂടുതൽ ഒരു പക്ഷേ അവിടെ കാഷ്വാലിറ്റിക്ക് സാധ്യതയുണ്ട് എന്നാണ് ആ ഏരിയ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധ്യതയുള്ളത്. എന്തായാലും ആ കാഷ്വാലിറ്റി ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് കൂടുതൽ അവിടെ താമസിക്കുന്ന ജനങ്ങൾക്കും പ്രവർത്തിക്കുന്ന ജനങ്ങൾക്കും അവിടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും അപകടം ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. എൻ്റെ പല സുഹൃത്തുക്കളെയും ഞാൻ വിളിക്കുന്നുണ്ട്, പലവരുടെയും മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട്, എനിക്ക് അവരെ ബന്ധപ്പെടാൻ പറ്റുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ പലവരും ഈ കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഇന്റൻസീവായിട്ടുള്ള സർവീസ് വർക്കിലായിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലാണ് എൻ്റെ മനസ്സ് വളരെയധികം വിഷമം ഉണ്ടാകുന്നത്. മാത്രമല്ല, അതിൽ സഞ്ചരിച്ച എൻ്റെ വളരെ അടുത്ത ബന്ധപ്പെട്ട ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലിക്ക് അവരുടെ കുടുംബം നഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ഞാൻ റീസെൻ്റ്ലി അവരെ കണ്ടതും കൂടിയാണ്. പിന്നെ എൻ്റെ പേഷ്യൻസ് ആയിട്ട് വന്നിരുന്ന UK നിന്ന് വന്ന് തിരിച്ചു പോകേണ്ട ആൾക്കാർ ഇന്നത്തെ ഈ ഫ്ലൈറ്റിലാണ് അവർ പോകേണ്ടതെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ അവരെ ഞാൻ വിളിച്ചിട്ട് അവരെ കിട്ടുന്നില്ല. അവരുടെ യാത്ര എങ്ങാനും പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടോ, അവര് വേറെ ഫ്ലൈറ്റിലേക്ക് ചെയ്തിട്ടുണ്ടോ ഒന്നും അറിയില്ല. മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ സ്ഥിതി എന്തെങ്കിലും വിവരം ലഭ്യമാണോ? അതിപ്പോ അൺഒഫീഷ്യൽ ആണ്, നമുക്ക് അത് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഓഫീസ് കൺഫേം ചെയ്തിരിക്കുന്നത് അദ്ദേഹം ആ ഫ്ലൈറ്റിൽ ഉണ്ടായിട്ടുണ്ട്. സീവിയർലി ഇഞ്ചുവേർഡ് ആണ് എന്നുള്ള ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഒരു മലയാളിയുടെ പേര് പറഞ്ഞു കേട്ടിരുന്നു. ഈ 2 മലയാളികളുടെ പേര് അതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. 2 പേരുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇവിടെ പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കാം, അതല്ലെങ്കിൽ UK നിന്ന് ബിസിനസിന്റെ കാര്യത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും സോഷ്യൽ ഫംഗ്ഷനോ വന്ന് മടങ്ങുന്ന ആൾക്കാരായിരിക്കാം. നമുക്ക് ഏകദേശം ഒരു 1 to 2 hours ഉള്ളിൽ അവരെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും. ഗോപകുമാരൻ നായർ എന്നുള്ളത് അവിടെ താങ്കൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഗുജറാത്ത് മലയാളി അല്ല അല്ലേ? അല്ല, ഞാൻ അത് ഒരു അപകടമുണ്ട്. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള നിരവധി ഗോപകുമാരന്മാരെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതില് എന്തായാലും അവർക്കൊന്നുമല്ല അപകടം പറ്റിയിരിക്കുന്നത്. ഇനിയിപ്പോ ഈ പേരിലുള്ള ഒരുപാട് ആൾക്കാർ എനിക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഗുജറാത്തിലുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഇതിൽ ഈ പറയുന്ന പർട്ടിക്കുലർ വ്യക്തി ആരാണെന്നുള്ളത് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ശ്രീ ജയചന്ദ്രൻ, ഈ വിമാനത്തിന്റെ ഈ കിട്ടുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ പകുതി പിൻവശത്തേക്കാണ് കൂടുതലായിട്ടും തകർന്ന് കത്തിപ്പോയിട്ടുള്ളതെന്നാണ്. പക്ഷേ നമുക്കിപ്പോൾ ലഭിക്കുന്ന ഔദ്യോഗികമല്ലെങ്കിൽ കൂടിയും 110 മരണമെന്നാണ്. മരണസംഖ്യ ഉയരാനുള്ള സാധ്യതകളും ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻസ്? ആളുകളെ അവിടെ കാഷ്വാലിറ്റി ഇപ്പോൾ ഏകദേശം സിവിൽ ഹോസ്പിറ്റലിലേക്ക് നിരവധി പേഷ്യൻസിനെ അവർ കൊണ്ടുവരുന്നുണ്ട് എന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ആൾക്കാരെ അവർ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നുണ്ട്. അവരെയൊക്കെ വേണ്ട രീതിയിലുള്ള വിഭാഗത്തിലേക്ക് ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കിട്ടുന്നത് ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ 1-2 മണിക്കൂറിനുള്ളിൽ ഒഫീഷ്യലായിട്ടുള്ള അതിൻ്റെ എക്സാക്ട് പിക്ചർ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു.